ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസിയാസ് കേക്ക് ആർട്ട്. ഇന്ന് ഞാനൊരു ഹാഫ് kg ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എൻ്റെ ബ്രൗണി സക്സസ് ആണ്, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് അവർ അത് സെയിൽ ചെയ്യാൻ തുടങ്ങി, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാഫ് kgയുടെ റെസിപ്പി കാണാം. ഞാനിവിടെ 200 ഗ്രാം ചോക്ലേറ്റും 100 ഗ്രാം ബട്ടറും എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓവനിൽ, മൈക്രോവേവിൽ. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 3 എഗ്ഗും അതുപോലെ ഒരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. നമ്മൾ ജസ്റ്റ് മിക്സിയിലോ വന്നിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. പൊടിച്ച ഷുഗർ എന്തായാലും എടുക്കണം കേട്ടോ ഈ ബ്രൗണി എടുക്കുമ്പോൾ, എന്നാലേ നമുക്ക് നല്ല ക്രിങ്കിൾ ടോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വാനില എസൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഷുഗറും എഗ്ഗും നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കിട്ടിയാൽ മതി. ഈ ഷുഗർ ഇതിൽ നന്നായി അലിയണം. ഈ ഷുഗർ അലിയാതെ എടുക്കുമ്പോഴാണ് ബ്രൗണി സക്സസ് ആവാതെ വരിക കേട്ടോ. അപ്പോൾ പൗഡർ ഷുഗർ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും നന്നായി അലിഞ്ഞ് കിട്ടും ഷുഗർ. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ നന്നായി ഒന്ന് അത് റെഡിയാക്കി വെക്കുക. ഇനി ഇതേ നമ്മുടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചോക്ലേറ്റും ബട്ടറും മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മെൽറ്റായി വന്നിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കണ്ടോ, ഇത് രണ്ടും മെൽറ്റായി നമ്മളിങ്ങനെ ഒഴിച്ച് നോക്കണം കേട്ടോ ശരിക്കും ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും കുറച്ച് സോൾട്ടും ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പഞ്ചസാരയും എഗ്ഗും പതപ്പിച്ച് വെച്ചതിലേക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബട്ടറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ് യൂസ് ചെയ്യുക, നല്ല കൊക്കോ പൗഡർ യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗറും നന്നായി എന്താ പറയുക മെൽറ്റായിരിക്കണം. അതായത് ഈ ഷുഗർ നന്നായി അലിഞ്ഞിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മുടെ ബാറ്റർ റെഡിയായി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടും. നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള നമുക്ക് ആ ബാറ്റർ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ബ്രൗണി സക്സസ് ആകാൻ പോകുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് തിക്കാവരുത്, ഒത്തിരി ലൂസും ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 8 × 12 ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലെടുക്കാം, അല്ലെങ്കിൽ 9 ഇഞ്ചിൻ്റെ പാനിലൊക്കെ ബേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബ്രൗൺ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 5 മിനിറ്റ്. അതിൽ ഒരു 30 to 35 മിനിറ്റാണ് വേണ്ടത് കേട്ടോ. ഈ ബ്രൗണിക്ക് എന്തായാലും 30 മിനിറ്റ് മതി, അതിലും കൂടുതൽ ആവേണ്ട. 30 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അതായത് ബട്ടർ പേപ്പർ എന്തായാലും വെക്കേണ്ടതാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒട്ടിപ്പിടിക്കാമെന്ന് കുറേ കമൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ പാരച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊന്ന് വാങ്ങാൻ കിട്ടും, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സത്യത്തിൽ എനിക്ക് ഏത് പേപ്പറാണെങ്കിലും, ബട്ടർ പേപ്പർ ആണെങ്കിലും പാരച്ച്മെൻറ്റ് പേപ്പർ ആണെങ്കിലും അതുപോലെ വേറൊരു പേപ്പർ ഉണ്ടല്ലോ, എനിക്ക് യാതൊന്നും പ്രശ്നങ്ങൾ വരാറില്ല സത്യത്തിൽ. പക്ഷേ എനിക്ക് ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഞാൻ യൂസ് ചെയ്യണമെന്നൊന്നും എനിക്കതുപോലെ ഇങ്ങനെ പേപ്പറിൽ ഒട്ടിപ്പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പാരച്ച്മെൻറ്റ് പേപ്പറാണ്. സനിത എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രൗണിയാണ്. ക്രിങ്കിൾ ടോപ്പ് വരിക എന്നാണ് നമ്മുടെ ഏതൊരു ബ്രൗണി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ എല്ലാവരും ഒരു ആഗ്രഹം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. താങ്ക്